السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മുടെ ദർസും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചാലിയത്ത്, നമ്മുടെ കൂട്ടുകാരനായിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ അനസ് ഹാഷിമി എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ഉസ്താദ് ഇന്നലെ രാത്രി ആക്സിഡൻറ്റിൽപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ പ്രയാസത്തിലാണ്. അള്ളാഹു പ്രിയപ്പെട്ട കൂട്ടുകാരന് എത്രയും വേഗത്തിൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വളരെ സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ മറ്റ് പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ പഠിതാക്കൾ പലരുടെയും ഉപ്പമാരുടെയും ഉമ്മമാരുടെയും അതുപോലെ ഭർത്താക്കന്മാരുടെയും ഒക്കെ ആണ്ടിൻ്റെ സമയങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെയും. അള്ളാഹു അവർക്കെല്ലാം അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നലെ നടക്കേണ്ട ക്ലാസ് ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം. കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് സമയം ലഭിക്കാതെ പോയത്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. സുമ്മ ഏലം, പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന മറലൽ ജഹ്ലി അലാ അർബഅത്തി അൻവാ. വിവരമില്ലായ്മ എന്ന് പറയുന്ന ഏറ്റവും വലിയ രോഗം അത് 4 ഇനമാണ്. ജഹ്ൽ എന്ന് പറയുന്നത് രോഗമാണ്. ആ രോഗത്തിൻ്റെ ചികിത്സ പഠിക്കുക എന്നുള്ളതാണ്. വിവരമില്ലായ്മക്ക് ചികിത്സ വിവരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത് യഖ്ബലുൽ ഇലാജ, ചികിത്സ ഫലം ചെയ്യും. വൽ ബാഖി ലാ യഖ്ബൽ, 4 ഐറ്റത്തിൽ 3 ചികിത്സ ഫലം ചെയ്യാത്തതാണ്. 1 ചികിത്സ ഫലം ചെയ്യുള്ളൂ. അത്രയും കൃത്യമായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അമ്മല്ലദീ ലാ യഖ്ബലു, അപ്പോൾ ചികിത്സ ഫലം ചെയ്യാത്തതാണ് പറയുന്നത്. ഫഅഹദുഹ, അതിൽ നിന്ന് ഒന്നാമത്തത് മൻ കാന സുആലുഹു വഇഅ്തിറാദുഹു അൻ ഹസദിൻ വബുഅ്ലിൻ, ഒരാളുടെ ചോദ്യവും മറുപടിയൊക്കെ അസൂയ മുഖേനയോ വബുഅ്ലിൻ, വേറെന്തെങ്കിലുമൊക്കെ പക മുഖേനയോ ഒക്കെയാണ് ഒരാൾ മറ്റൊരാളെ വിമർശിക്കുന്നതും മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമെങ്കിൽ ഫകുല്ലമാ തുജീബുഹു ബി അഹ്സനിൽ ജവാബി, അവന് നല്ല നിലക്ക് മറുപടി കൊടുക്കുമ്പോഴൊക്കെയും വ അഫ്സഹിഹി വ ഔളഹിഹി,
വ്യക്തമായും സ്പഷ്ടമായും അവന് മറുപടി കൊടുത്താൽ ലാ യസീദു ലഹു ദാലിക ഇല്ലാ ഗൈളൻ വഹസദ, അങ്ങനെ അവനിക്ക് മറുപടി കൊടുക്കാൻ നിന്നാൽ അതുകൊണ്ട് അവൻ്റെ പകയും അവൻ്റെ അസൂയയും കൂടുകയേ ഉള്ളൂ. വർത്തമാനകാലത്ത് നിരന്തരമായി നമ്മൾ കാണുന്നൊരു വിഷയമാണ്. പലരും പല വ്യാജ ത്വരീഖത്തുകളുടെ പേരിലൊക്കെ വന്ന് ചാടി അങ്ങനെ ഉലമാഇനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ആരെങ്കിലും ഒന്ന് മറുപടി കൊടുത്താൽ പിന്നീട് അവരുടെ അസൂയ നിൽക്കല്ല ചെയ്യുന്നത്, പക കൂടുകയാണ്, അസൂയ കൂടുകയാണ്. ഇത് ദൈനംദിനം നമ്മൾ കാണുന്നതല്ലേ. എത്ര കറക്റ്റാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനി ഇത്തരക്കാരോട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉലമാ ഒക്കെ സ്വീകരിക്കുന്ന ആ നിലപാട് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു വെച്ചതാണ്. ആ നിലപാട് ഫത്തരീഖു, അപ്പോൾ നല്ല റൂട്ട് എന്താണ്? അല്ലാ തസ്തഗില ബിജവാബിഹി, ഇത്തരക്കാർക്ക് മറുപടി പറയാതിരിക്കലാണ് നല്ലത്. നമ്മൾ മറുപടി പറഞ്ഞാൽ ഇവൻ്റെ പകയും അസൂയയും കൂടല്ലാതെ കുറയൂല. പിന്നെ എന്തിന് ഇവരോട് മറുപടി പറയണം? എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, കുല്ലുൽ അദാവത്തി ഖദ് തുർജാ ഇസാലത്തുഹ ഇല്ലാ അദാവത മൻ ആദാക അൻ ഹസദി. കുല്ലുൽ അദാവ, എല്ലാ ശത്രുതയും ഖദ് തുർജാ ഇസാലത്തുഹ, അത് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഏതൊഴികെ ഇല്ലാ അദാവത മൻ ആദാക അൻ ഹസദി, അസൂയ മുഖേന നിനക്കൊരു ശത്രുവുണ്ടോ, ആ ശത്രുവിൻ്റെ ശത്രുത ഒഴികെ ബാക്കിയെല്ലാം ചിലപ്പോൾ നീങ്ങിയേക്കാം. അതുകൊണ്ട് ഹസദുള്ളവൻ്റെ ശത്രുത അതൊരു കാലത്തും നീങ്ങുകയില്ല. വയംബഗി അൻ തുഅരിള അൻഹു, അവനെ മൈൻഡ് ചെയ്യാതിരിക്കൽ അത്യാവശ്യമാണ്. വതത്റുകഹു മഅ മറളിഹി, അവൻ്റെ ആ രോഗത്തോടുകൂടെ അവനെ ഉപേക്ഷിക്കുക. ഓനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. സോഷ്യൽ മീഡിയയിലായാലും അവർക്ക് മറുപടി പറയേ വേണ്ട. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞില്ല, ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ. ഫഅരിദ്, നബിയെ മൈൻഡ് ചെയ്യരുത്. അമ്മൻ തവല്ല അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞവരെ പിന്നെ മൈൻഡ് ചെയ്യണ്ട. വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയ, അവർക്ക് ആവശ്യം നമ്മുടെ ഉപദേശമൊന്നുമല്ല, ഭൗതികമായ ലോകത്തെ ഇച്ഛകൾ, അതിൻ്റെ വിഷയങ്ങൾ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അസൂയാലുക്കൾ അവർ പിന്മാറുകയില്ല, അവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെത്ര സത്യമാണ്. വൽ ഹസൂദു ബികുല്ലി മാ യഖൂലു വയഫ്അൽ, വൽ ഹസൂദു, അസൂയക്കാരൻ, ബികുല്ലി മാ യഖൂലു, അവൻ പറയുന്നത് മുഴുവനും, വയഫ്അലു, അവൻ ചെയ്യുന്നത് മുഴുവനും, യൂഖിദുൻ നാറ ഫീ സർഇ അമലിഹി, അവൻ്റെ അമലാകുന്ന കൃഷിയിടത്തിൽ തീ നിറക്കുന്നതാണ്, തീ കത്തിക്കുകയാണ്. വഹുവ ഗാഫിൽ, അവനെ ശ്രദ്ധിക്കുന്നും ഇല്ല. അമലുകളെ നശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അമലാകുന്ന കൃഷിയിൽ തീ കത്തിക്കുകയാണ് അസൂയാല് ചെയ്യുന്നത്. പക്ഷേ അവനറിയുന്നുണ്ടോ ഈ കൃഷി കത്തിപ്പോകുന്നത്? കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, വൽ ഹസദു യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ്, അസൂയ യഅ്കുലുൽ ഹസനാത്ത്, നന്മകൾ അത് തിന്നുകൊണ്ടേയിരിക്കും. കമാ തഅ്കുലുൻ നാറുൽ ഹതബ, തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ മനുഷ്യൻ്റെ നന്മകളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അപ്പോൾ അസൂയാലുവിനോട് മറുപടി പറയാൻ പോകാത്തതാണ് അതിൻ്റെ മറുപടി എന്ന് നമ്മുടെ ഉലമാ ഒക്കെ സ്വീകരിക്കുന്ന നയം സയ്യിദി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയ വലിയ ആശയമാണ്. നമ്മളും അത് പഠിക്കണം, പ്രാവർത്തികമാക്കണം. നമ്മുടെ കുടുംബത്തോട് നമ്മോടൊക്കെ ആരെങ്കിലും അസൂയ വെക്കുന്നുണ്ടെങ്കിൽ, അവർ പലതും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ
മിണ്ടാതിരിക്കലാണ് അതിനേറ്റവും നല്ല വഴി എന്ന് ബഹുമാനപ്പെട്ടവർ ഉപദേശിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ അനസ് ഹാഷിമി അടക്കം ഒരുപാട് രോഗികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആജിലായ കാമിലായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി